ഹായ് ഗായ്സ്, എല്ലാവർക്കും ഒരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ നമ്മളിപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് ഒരു പോർട്രേറ്റ് സീരീസ് ആണ്. അതും ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് പോർട്രേറ്റ്, നമുക്ക് ഗിഫ്റ്റ് ചെയ്യാനൊക്കെ പറ്റുന്ന ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് പോർട്രേറ്റ്. അതും ഞങ്ങളുടെ ഫേവറേറ്റ് ആയിട്ടുള്ള യൂട്യൂബേഴ്സിനെ എടുത്തിട്ടാണ് ചെയ്യുന്നത്. അപ്പോൾ ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്ന യൂട്യൂബർ AVI വ്ലോഗ്സിലെ അവിനാശും സ്വാതിയുമാണ്. അവിനാശിനെ സ്വാധീനമാണ് നമ്മൾ ഇത്തവണ ചെയ്തേക്കണത്. അത് ചെയ്യാനുള്ള കാരണം എന്ന് വെച്ചാൽ അവരുടെ ഇൻസ്റ്റയിൽ പോസ്റ്റ് ചെയ്തിട്ടുള്ളൊരു ഇമേജ് കണ്ടപ്പോൾ നമുക്കത് ചെയ്താലോ എന്ന് തോന്നി. അത് നല്ലൊരു ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഇമേജാണ്. അതുപോലെ തന്നെ നമ്മളത് ക്രാഫ്റ്റ് ചെയ്തേക്കണത് ഒരു ടയറിനകത്താണ്, അതും ഡിയോൻ്റെ ടയർ തന്നെ. ഡിയോ തന്നെ ചൂസ് ചെയ്യാനുള്ള കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് AVI വ്ലോഗ്സ് കണ്ടാൽ മനസ്സിലാവും. കാരണം അവിനാശ് ഒരു ഓൾ ഇന്ത്യ ട്രിപ്പ് നടത്തിയതാണ്, അതും ഡിയോയിൽ ആണ് ഫുൾ ട്രിപ്പ് ചെയ്തത്. അപ്പോൾ നമ്മൾ അതുകൊണ്ട് തന്നെയാണ് ഡിയോൻ്റെ ടയർ ചൂസ് ചെയ്തത്. അപ്പോൾ നമുക്ക് എന്തായാലും വീഡിയോ കണ്ടിട്ട് വരാം. ആദ്യം തന്നെ ഇമേജ് നമുക്ക് ഫോട്ടോഷോപ്പിൽ എഡിറ്റ് ചെയ്ത് പ്രിൻ്റ് ഔട്ട് എടുക്കണം. എന്നിട്ട് ആ ഒരു ഷേപ്പിൽ നമുക്ക് കട്ട് ചെയ്ത് മാറ്റാം. നമ്മൾ ടയർ എടുത്തിട്ടുണ്ട്. നമുക്ക് ഇതിൻ്റെ അടിഭാഗം ഒന്ന് കവർ ചെയ്തെടുക്കണം. പിന്നെ ഹോട്ട് ഗ്ലൂവും കാർഡ്ബോർഡും വെച്ചത് കവർ ചെയ്യാണ്. അപ്പോൾ നമുക്ക് ഇതിനകത്ത് ഇനി മണ്ണിട്ട് കൊടുക്കാനുള്ളതാണ്. അതുകൊണ്ട് തന്നെ 2 ലെയർ കാർഡ്ബോർഡ് നമുക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. പിന്നെ ഞാനൊരു പ്ലാസ്റ്റിക് ഷീറ്റും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി നമുക്കിതിൽ മണ്ണ് ഫില്ല് ചെയ്ത് കൊടുക്കാം. ഇത് നമ്മൾ മണ്ണ് നിറയ്ക്കുന്നതുകൊണ്ട് തന്നെ നല്ല വെയിറ്റ് ഉണ്ടാവും. അപ്പോൾ ഒരു ഗിഫ്റ്റ് ഐറ്റം എന്നതിലുപരി നമുക്കിതൊരു ഇവൻറ്റിനൊക്കെ വല്ല ഒരു ഡെക്കോർ പീസായിട്ട് യൂസ് ചെയ്യുന്നതായിരിക്കും കുറച്ചുകൂടെ നല്ലത്. ഞാനിത് പ്രിൻ്റ് ഔട്ട് എടുത്ത ഇമേജ് കാർഡ്ബോർഡിൽ ഒട്ടിച്ചെടുത്തിട്ടുണ്ട്. നമുക്ക് ആ ബ്ലാക്ക് കളർ ഒന്ന് ഡാർക്കൻ ചെയ്ത് കൊടുക്കാം. ഓക്കെ, നമ്മളിപ്പോൾ പെയിൻറ്റ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്ക് ഈ ഇമേജ് ഒന്ന് പ്രസ് ചെയ്ത് മണ്ണിലോട്ടൊന്ന് താഴ്ത്തി വയ്ക്കാം. ഇനി നമുക്ക് ബാക്ക്ഗ്രൗണ്ട് സെറ്റ് ചെയ്യാൻ വേണ്ടി കുറച്ച് ചേണി കളക്ട് ചെയ്യണം. അപ്പോൾ നമ്മൾ അവരുടെ ഇമേജിൽ കണ്ട അതേ ബാക്ക്ഗ്രൗണ്ട് കൊണ്ടുവരാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ചേണി ഉപയോഗിക്കണം. ഓക്കെ, നമ്മൾ ചേണി എടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് ആ മണ്ണിൽ വെച്ച് കൊടുക്കാം. അത് ഗ്യാപ്പില്ലാണ്ട് ഫില്ല് ചെയ്ത് പോകണം. ചേണിക്ക് അത്യാവശ്യം നല്ല ഗ്രീൻ കളർ ഉണ്ട്. ലൈറ്റ് ഗ്രീനും ഡാർക്ക് ഗ്രീനും ആയിട്ടുള്ളതൊക്കെ ഉണ്ട്. എന്നാലും സാരില്ല, നമുക്കത് രണ്ടും കൂടി മിക്സ് ചെയ്ത് സെറ്റ് ചെയ്യാം. ഇനി ഞാൻ ഇതൊന്ന് ചെറുതായിട്ട് നനച്ച് കൊടുക്കുന്നുണ്ട്. നമുക്ക് ടയർ ഒന്ന് ഡെക്കറേറ്റ് ചെയ്തെടുക്കണം. അപ്പോൾ നമുക്ക് ചാക്കുനൂല് വെച്ച് അതിന് ചുറ്റും ഒന്ന് റൗണ്ട് ചെയ്ത് കൊടുക്കാം. ഫുള്ള് കവർ ചെയ്യണ്ട, കുറച്ച് ലെയർ ആഡ് ചെയ്ത് കൊടുക്കാം. പിന്നെ നമുക്കിവിടെ ഒരു വൈറ്റ് ഫോം ഷീറ്റ് എടുത്തിട്ടുണ്ട്. നിങ്ങളുടെ കയ്യിൽ ഫോം ഷീറ്റ് ഇല്ലാന്നുണ്ടെങ്കിൽ കാർഡ്ബോർഡ് ആയാലും മതി. നമുക്ക് അതിനകത്തുനിന്ന് ഹാർഡ് ഷേപ്പ് കട്ട് ചെയ്തെടുക്കാം. ഇനി നമുക്ക് വൂളൻ നൂലും കൊണ്ട്
അതൊന്ന് കവർ ചെയ്തെടുക്കാം. അങ്ങനെ ചെയ്യുമ്പോൾ നമുക്കൊരു 3D എഫക്റ്റ് ഉള്ള ഒരു ഹാർട്ട് ഷേപ്പ് കിട്ടും. ഞാൻ ഇതുപോലെ ഇവിടെ ഒരു 4 ഹാർട്ട് ചെയ്തെടുക്കുന്നുണ്ട്. ഇനി നമുക്ക് ഹോട്ട് ഗ്ലൂ വെച്ചിട്ട് ആ ഹാർട്ട് ടയറിൻ്റെ മേലെ ഒട്ടിച്ചു കൊടുക്കാം. നമുക്ക് അലൂമിനിയം ഫോയിൽ ഷീറ്റ് യൂസ് ചെയ്തിട്ട് അത് ചുരുട്ടി ഡെക്കറേറ്റ് ചെയ്യാൻ വേണ്ടി ഒട്ടിച്ചു കൊടുക്കാം. റെഡ് ഷെയ്ഡിൻ്റെ അടുത്ത് അത് വരുമ്പോഴത്തേക്കും കുറച്ചുകൂടി ഭംഗിയുണ്ടാവും, ഒന്ന് എടുത്ത് നിൽക്കും. ഇനി നമുക്ക് ജൂട്ടിൻ്റെ ത്രെഡ് എടുത്ത് ഒന്ന് റൗണ്ട് ചെയ്തെടുക്കാം. അത് എന്നിട്ട് ഞാനിവിടെ ഗോൾഡൻ സ്പ്രേ പെയിൻറ്റ് ചെയ്തെടുക്കുന്നുണ്ട്. നിങ്ങൾക്ക് ജൂട്ടിൻ്റെ കൂടെ പോകുന്ന നന്നായിട്ട് മാച്ച് ചെയ്ത് പോകുന്ന ഏത് കളർ വേണമെങ്കിലും പെയിൻറ്റ് ചെയ്തെടുക്കാവുന്നതാണ്. എന്നിട്ട് നമുക്ക് ഹോട്ട് ഗ്ലൂ ഗൺ വെച്ച് അതൊന്ന് സ്റ്റിക്ക് ചെയ്ത് കൊടുക്കാം. അപ്പോൾ നമ്മുടെ ഡെക്കോർ പീസ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് കല്യാണത്തിന്, ബർത്ത്ഡേ പോലത്തെ ഇവൻറ്റ്സിനൊക്കെ ഒരു ഡെക്കോർ പീസ് പോലെ ഇത് യൂസ് ചെയ്യാൻ വളരെ നല്ലതായിരിക്കും. അപ്പോൾ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. പിന്നെ നിങ്ങളുടെ എല്ലാ ഫീഡ്ബാക്സും കമൻറ്റ് ബോക്സിൽ അറിയിക്കുക. ഞങ്ങൾക്ക് എന്താണെന്നുണ്ടെങ്കിലും നിങ്ങളുടെ ഫീഡ്ബാക്ക് എന്താണെന്നുണ്ടെങ്കിലും ഞങ്ങൾക്ക് കമൻറ്റ് ചെയ്യുക. എന്നാലേ ഞങ്ങൾക്ക് ഇമ്പ്രൂവ് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ എന്തായാലും നമുക്ക് അടുത്തൊരു വെറൈറ്റി വീഡിയോ ആയിട്ട് കാണുന്നവരെ ബൈ ബൈ. ഞങ്ങൾക്ക് തന്നെ ഇഷ്ടപ്പെട്ട ഫേവറേറ്റ് ആയിട്ടുള്ള യൂട്യൂബേഴ്സിനെ വെച്ചിട്ടാണ് ഞങ്ങളിപ്പോൾ അത് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്നത് AVI വ്ലോഗ്സ് ആണ്. എൻ്റെ കൈ കഴിച്ചടി.